ബോർഡ് എക്സാമിനേഷന് ഇനി അധികം ടൈമില്ല. ഒരു മാക്സിമം ഒരു 30-35 ദിവസം. ആ സമയത്തിനുള്ളിൽ പരമാവധി പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം. ഇതാണ് എല്ലാ രക്ഷിതാക്കളുടെയും ആഗ്രഹം. കുട്ടികൾക്കും ആ താല്പര്യം ഉണ്ടാവും. അവർക്ക് ആഗ്രഹമുണ്ടാവും. നശിച്ചു പോകട്ടെ എന്ന് വിചാരിച്ചൊരു കുട്ടിയും എന്ത് ചെയ്യുന്നില്ല, പഠിക്കാതിരിക്കുന്നില്ല. പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോവുക. കഴിഞ്ഞ വീഡിയോക്ക് വളരെ വ്യാപകമായ സ്വീകാര്യതയാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ ഒരുപാട് പ്രതികരണങ്ങൾ വീഡിയോക്ക് താഴെ പറഞ്ഞു. ആ പ്രതികരണങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത്. നമുക്ക് കാര്യത്തിലേക്ക് എങ്ങനെ കിടക്കാം, എങ്ങനെ ഈ കുട്ടികൾ പഠിച്ച് മാക്സിമം മാർക്ക് വാങ്ങാം. നോക്ക്, പലപ്പോഴും വിദ്യാർത്ഥികൾ നശിച്ചു പോട്ടെ എന്ന് കരുതി ഇങ്ങനെ വായിക്കാണ്ടിരിക്കുകയും പഠിക്കാണ്ടിരിക്കുകയും ചെയ്യുന്നതായിരിക്കില്ല. ഒരു കുട്ടിയും അങ്ങനെ ചിന്തിക്കില്ലല്ലോ. പിന്നെ ചില വാശികളൊക്കെ ഉണ്ടാവും. ആ വാശികൾ നമ്മൾ കൂടുതൽ വർത്തമാനം പറയുന്നത് കൊണ്ടാണെങ്കിലോ, നോക്ക്, പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളുടെ ഒരു 25% അങ്ങ് കുറച്ചിട്ട് നമ്മൾ പരമാവധി പോസിറ്റീവ് ആവുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. നമുക്ക് പ്രശ്നത്തിലേക്കും അതിൻ്റെ പരിഹാരത്തിലേക്കും വരാം. കുട്ടികൾ പഠിക്കുന്നില്ല, ഇരിക്കുന്നില്ല, വാശി കാണിക്കുന്നു, മറ്റ് പലതിലേക്കും പോകുന്നു. ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്തായിരിക്കും? ആ കാരണത്തെ ചികിത്സിക്കാൻ നമ്മൾ പ്രശ്നങ്ങളോട് ഒച്ചുണ്ടാക്കുക എന്നല്ലാതെ, പ്രശ്നങ്ങളോട് രൂക്ഷമായി പ്രതികരിക്കുക എന്നല്ലാതെ, ആ പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്താണ്, അതിൻ്റെ യഥാർത്ഥ സൊല്യൂഷൻ എന്താണ്, ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, കുട്ടികൾക്ക് പല സബ്ജക്റ്റുകളിലും ബേസ് ഉണ്ടാവില്ല. പഠിക്കാൻ തുടങ്ങി മാർക്കൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിച്ച് പുസ്തകം തുറക്കുമ്പോൾ മൂഡ് വരുന്നില്ല, പഠിക്കാൻ തോന്നുന്നില്ല, ബോറടിക്കുന്നു. മാത്രമല്ല തലേ കയറുന്നില്ല. തലേ കയറാണ്ടാവുമ്പോൾ തന്നെ കുട്ടികൾ എന്ത് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അവൻ ഏത് വിഷയത്തിലാണ് ബേസ് ഇല്ലാത്തത്, ബുദ്ധിമുട്ടുള്ളത്, അത് പറ്റുമെങ്കിൽ 2, 3, 4 ദിവസം കൊണ്ട് ബേസ് കിട്ടുന്ന രീതിയിൽ കുറച്ച് പൈസ ചിലവാക്കിയിട്ടാണെങ്കിലും ആ സബ്ജക്റ്റിൽ എക്സ്പേർട്ടായ ഒരാളെ കൊണ്ട് പേഴ്സണൽ 1-on-1 ഇരുത്താൻ പറ്റുമോ നോക്കുക. അടുത്തുള്ള ട്യൂഷൻ സെൻറ്ററുകളോ അടുത്ത സബ്ജക്റ്റ് പഠിച്ച കുറച്ച് ധാരണയുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി നമ്മളൊന്ന് പേഴ്സണലായിട്ട് ഇറങ്ങിയിട്ട് അത് കണ്ടെത്തി അവനൊന്ന് സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ക്ലാസ് 8 മുതൽ 12th വരെയുള്ള വിദ്യാർത്ഥികളുടെ പഠന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ വീഡിയോൻ്റെ താഴെ പലപ്പോഴും കുറേ പാരൻസ് 3ാം ക്ലാസ്സിൽ പഠിക്കാത്ത കുട്ടിയെക്കുറിച്ച്, 4ാം ക്ലാസ്സിൽ പഠിക്കാത്ത കുട്ടിയെക്കുറിച്ച്, 5ാം ക്ലാസ്സിൽ പഠിക്കാത്ത കുട്ടിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, കളിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് വേറെ തന്നെ അഡ്രസ്സ് ചെയ്ത് അതിൻ്റെ ഒരു കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. അതിന് എൻ്റേതായ കുറേ നിർദ്ദേശങ്ങളും എൻ്റേതായ കുറേ സൊല്യൂഷനുകളും ഉണ്ട്. അത് നമുക്ക് വിശദമായിട്ട് പരിശോധിച്ച് പരിഹരിക്കാവുന്നതാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് 8th മുതൽ 12th വരെയുള്ള കുട്ടികളുടെ പാരൻസിനോടും കുട്ടികളോടുമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, അവർക്ക് ബേസ് ഇല്ലാത്തതാണ് എങ്കിൽ അത് കണ്ടെത്തുക. മറ്റൊന്ന്, ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കുട്ടികളെ പഠനത്തിന് പ്രേരിപ്പിക്കാൻ പറ്റുന്ന കാര്യമായ ഒരു വഴി, സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് എൻ്റെ രണ്ടാമത്തെ ഇവിടെയുള്ള സൊല്യൂഷൻ. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നതോടൊപ്പം തന്നെ അവൻ്റെ ഒരു സ്കില്ല് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടെത്തണം. പലപ്പോഴും കുട്ടികൾക്ക് മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ടോ അവരുടെ കഴിവിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തത് കൊണ്ടോ നമ്മളുടെ കമ്പാരിസൻ്റെ ഒപ്പം തന്നെ സ്വയം തന്നെ മറ്റുള്ളവരുമായിട്ട് പഠിക്കുന്ന കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്ത് എനിക്ക് ബുദ്ധിയില്ല എന്ന് തോന്നുന്നത് കൊണ്ടൊക്കെയുള്ള ചില തോന്നലുകളുടെ അടിസ്ഥാനത്തിലുള്ള പഠന രീതികളും മോട്ടിവേഷൻ ഇല്ലായ്മയും ഇൻട്രസ്റ്റ് തോന്നായ്മയും ബോറടിയൊക്കെ ആണെങ്കിൽ അത് ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരല്പസമയം ചിലവാക്കിയാൽ, കുറച്ച് പൈസ ചിലവാക്കിയാലും കുട്ടിയുടെ വലിയൊരു പ്രശ്നത്തെ കുട്ടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി അവൻ്റെ പഠന പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവനെ നല്ല മിടുക്കനും മിടുക്കിയായിട്ട് വളർത്തി പരീക്ഷ എഴുതിപ്പിക്കാൻ പറ്റും. ഉറപ്പാണ്. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് രണ്ടാമത് ചെയ്യേണ്ടത് നിങ്ങൾ അവൻ്റെ സ്കില്ല് കണ്ടെത്തുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ അനലിറ്റിക്കൽ സ്കില്ലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി ഇൻ്റർണലി പഠിക്കാൻ കഴിവുള്ള കുട്ടികളായിരിക്കും. അത് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ഇരിക്കാൻ ശ്രമിക്കും. മാത്സിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് പ്രാക്ടീസിൻ്റെ പ്രശ്നമാണോ ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിന് ബേസിൻ്റെ പ്രശ്നമാണോ ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി അവൻ്റെ ഒരു ടൈപ്പ് ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡൊക്കെ കൂടുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് വരുന്ന കുട്ടികളായിരിക്കും. ആ ഡിസ്ട്രാക്ഷൻസ് ആണ് എങ്കിൽ പഠന രീതിയിൽ എങ്ങനെ മാറ്റം വരുത്താൻ പറ്റും എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് അഭിരുചി പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഒരു എക്സ്പേർട്ടുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അത് കരിയർ ഗുരു നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ്. മൂന്നാമത്തത്, ഈ അവനോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ലേണിംഗ് പാറ്റേൺ. ഉദാഹരണത്തിന്, ഒരാളുടെ അബ്സ്ട്രാക്ട് റീസണിങ് സ്കില്ല് ഭയങ്കര ഹൈ ആണെങ്കിൽ അവൻ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഡെപ്ത് പഠിച്ചുണ്ടാക്കി അനലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ആളോ വളരെ കോംപ്ലക്സ് ആയിട്ട് പഠിക്കേണ്ട കോംപ്ലക്സ് ആയ സാധനങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നൊരു വിദ്യാർത്ഥിയായിരിക്കും. പക്ഷേ പലപ്പോൾ അത്തരം വിദ്യാർത്ഥികളിൽ പഠന പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ ന്യൂമറിക്കൽ കുറവാണ് എങ്കിൽ ഉറപ്പാണ് അവർ ഇരിക്കാത്തത് കൊണ്ടാണ്, അവർക്കൊരു സ്കെഡ്യൂൾ ഇല്ലാത്തത് കൊണ്ടാണ്, ഒരു മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മളൊരു സ്കെഡ്യൂളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ദെൻ അതോടൊപ്പം ലേണിംഗ് പാറ്റേൺ ഏതാണെന്ന് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ മെക്കാനിക്കൽ ഭയങ്കര ഹൈ ആണെങ്കിൽ ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും
ബോറടിക്കും എണീറ്റ് പോകാൻ തോന്നും. അങ്ങനത്തെ കുട്ടികൾ ചെറിയ ടൈം സ്ലോട്ടുകൾ ക്രിയേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. അപ്പോൾ നമുക്ക് ചില രീതികൾ, ചില കുട്ടികൾ ഭയങ്കര വിഷ്വലൈസേഷൻ്റെ ആളുകളായിരിക്കും. അത് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് കണ്ടാൽ വേഗം, അല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻ, ഒരു ഇമേജായിട്ട്, അല്ലെങ്കിൽ ഒരു മൂവി പോലെ, ഒരു ചിത്രമായിട്ട്, ഒരു സംഭവമായിട്ട് ഈ കോൺസെപ്റ്റുകളെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അവർക്ക് പഠനം കുറച്ചുകൂടി ഈസിയാവും. ചില ആളുകൾ കുറച്ചുകൂടി ഒരു ഓഡിറ്ററി സ്കില്ലുള്ള കുട്ടികളായിരിക്കും. അവർ കേട്ട് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ. ഇപ്പോൾ വേറൊരാളെ കൊണ്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, വളരെ ചില കുട്ടികളുണ്ടാവും, അമ്മ ഒന്ന് പറഞ്ഞു, അമ്മ ഒന്ന് വായിക്കി, ഞാൻ ഇരുന്ന് കേട്ടോളാം, എനിക്ക് വേഗം മനസ്സിലാവും, ഇങ്ങനെ പറയുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അതാണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി അതിന് അവരൊരു പേരിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു നല്ലൊരു സുഹൃത്ത് അവർക്കുണ്ടെങ്കിൽ അതുവഴി ആവാം. ദെൻ അതുപോലെ തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ കേട്ടുകൊണ്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടൊക്കെ പഠിക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ ഈ ഓഡിറ്ററി സ്കില്ലാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ചില ആളുകൾ എഴുതി പഠിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതാണോ രീതികൾ, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞ് അതിൻ്റെ ഇൻട്രാക്ഷൻ, അതിൻ്റെ കൗൺസിലിങ്ങിലൂടെ ഈ ലേണിംഗ് പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നാലാമത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ചുകൂടി പോസിറ്റീവായി അവൻ്റെ പഠനം ഈ ഒരു 35 ദിവസമുള്ളതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്. നമുക്ക് അമ്മ പറയുന്നത്, അച്ഛൻ പറയുന്നത്, നിരന്തരമായി പറയുന്നത് അമ്മയും അച്ഛനും നിർത്താം. അവനെ വിളിച്ചിരുത്തുക, സംസാരിക്കുക. നിൻ്റെ പ്രശ്നം എന്താണ്, നിനക്ക് സൊല്യൂഷൻ ഞങ്ങൾ തരാം, അതുകൊണ്ട് നീ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. പറ്റുമെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാളുമായിട്ട് സംസാരിക്കുക. അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കരിയർ ഗുരുവിൽ വരാം, ഞാൻ സംസാരിക്കാം, നമുക്ക് അവരുമായി ഇരിക്കാം. 4 കാര്യങ്ങൾ വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, അവൻ്റെ സബ്ജക്റ്റിലുള്ള ബേസ് ഇല്ലാത്തതാണോ ഇല്ലേ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. രണ്ടാമത്തത്, അവൻ്റെ സ്കില്ല് കണ്ടെത്തി കഴിഞ്ഞാൽ, അവനുള്ള കഴിവുകൾ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റേർണലി മോട്ടിവേറ്റഡ് ആയിട്ട് കുട്ടി പഠനത്തിലേക്ക് തിരിച്ചു വന്നേക്കാം. മൂന്നാമത്തേത്, അവൻ്റെ ലേണിംഗ് പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഒരു ലേണിംഗ് സ്കെഡ്യൂളും ലേണിംഗ് സ്റ്റൈലും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്താൽ പഠന പ്രവർത്തനത്തിലേക്ക് അവൻ തിരിച്ചു വരും. നാലാമത്തത്, പരമാവധി പോസിറ്റീവ് ആവുകയും ഈ പ്രശ്നത്തിൽ നമ്മൾ അവൻ്റെ കൂടെയുണ്ട് എന്ന് നമ്മൾ അവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. പലപ്പോഴും നമ്മൾ വർത്തമാനത്തിനൊക്കെ കമ്പയർ ചെയ്യും, നീ പഠിക്കുന്നില്ല, കുറ്റം മാത്രം പറയും, അവൻ്റെ നന്മകളെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കില്ല. അവൻ പഠിക്കാൻ വേണ്ടി ഉള്ളിൽ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. പഠിക്കാൻ വേണ്ടി പുസ്തകമായിട്ട് എടുത്ത് ഇങ്ങനെ വെച്ച് വരുമ്പോഴത്തേക്കും അമ്മയുടെ ചീത്ത കേൾക്കുന്നത്, തുടങ്ങി ഇരിക്കണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മൂടങ്ങ് പോയി പോകും. ഇതൊക്കെയാണോ അവൻ്റെ പ്രശ്നം? ഇത് അവനുമായിട്ട് ഇരുന്ന് സംസാരിച്ച് അവനൊരു സ്പേസ് കൊടുക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവനിൽ നിന്ന് തന്നെ വരുന്ന രീതിയിൽ ഒരു ലേണിംഗ് മെത്തേഡ് ഉണ്ടാക്കിയെടുക്കുക. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ പഠിക്കേണ്ടത് എങ്ങനെയാണ്, സ്കെഡ്യൂൾ ഉണ്ടത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യും. പഠന രീതിയിൽ നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങാൻ പറ്റുന്ന ചില മെത്തേഡുകളെക്കുറിച്ച് ആ വീഡിയോ കാണുക, കേൾക്കുക, കുട്ടിയുമായിട്ട് ഇരിക്കുക, സ്വതന്ത്രമായിട്ട് സംസാരിക്കുക, ഉള്ളു തുറന്ന്. അതോടൊപ്പം പുറത്തുനിന്നുള്ള ഒരാളുടെ ഇടപെടൽ കൂടി ആവശ്യപ്പെട്ട് കരിയർ ഗുരു ഓപ്പണാണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, ഞാനുമായി സംസാരിക്കാം. അപ്പോൾ പുറത്തുനിന്നുള്ള ഒരാളുടെ ഇടപെടലോടുകൂടി ഓപ്പണാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ സൊല്യൂഷനുകൾ ഉണ്ടായി കുട്ടി പഠന പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചു കയറി നല്ല മാർക്ക് വാങ്ങി പാസ്സായി നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.